അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കെതിരായ നടപടികൾ ഭരണകൂടം തുടരുമ്പോഴും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 6 ലക്ഷം ചൈനീസ് വിദ്യാർത്ഥികൾക്കായി അമേരിക്കൻ സർവകലാശാലകളുടെ വാതിലുകൾ തുറന്നിട്ടു. റഷ്യൻ എണ്ണ വാങ്ങുന്നതിനെതിരെ ഇന്ത്യക്ക് അധിക തീരുവ ചുമത്തിയ സാഹചര്യത്തിൽ ഇന്ത്യയെ പിന്തുണച്ച് അമേരിക്കയ്ക്കെതിരെ ചൈന മുന്നോട്ട് വരുമ്പോഴാണ് ട്രംപിന്റെ ഇത്തരത്തിലുള്ള നാടകീയമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ഒരു വശത്ത് യുഎസിന് ആക്രമണങ്ങൾ നേരിടേണ്ടി വരുമോ എന്ന ഭയവും ട്രംപിനുണ്ട്. അതുകൊണ്ട് തന്നെ തീരുവ എന്ന ആയുധം വെച്ച് പല രാജ്യങ്ങൾക്കിട്ടും പണി കൊടുക്കാനും പദ്ധതിയിടുന്നുണ്ട്. ആ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് വാഷിംഗ്ടണും ബീജിംഗും വളരെ പ്രധാനപ്പെട്ട ഒരു ബന്ധം പങ്കിട്ടിട്ടുണ്ടെന്ന് അമേരിക്കൻ നേതാവ് ഊന്നി പറഞ്ഞത്. ഇത് ചൈനീസ് പൗരന്മാർക്ക്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായോ സെൻസിറ്റീവ് ഗവേഷണ മേഖലകളുമായോ ബന്ധമുള്ളവർക്കുള്ള വിസ ആക്രമണാത്മകമായി റദ്ദാക്കുക എന്ന തന്റെ ഭരണകൂടത്തിന്റെ മുൻ നിലപാടിൽ നിന്നുള്ള നാടകീയമായ മാറ്റത്തിന്റെ സൂചനയാണ്. അവരുടെ വിദ്യാർത്ഥികളെ അകത്തേക്ക് വരാൻ ഞങ്ങൾ അനുവദിക്കും. ഇത് വളരെ പ്രധാനമാണ്. 6 ലക്ഷം വിദ്യാർത്ഥികൾ, ഇതും വളരെ പ്രധാനമാണ്. പക്ഷേ ഞങ്ങൾ ചൈനയുമായി യോജിച്ചു പോകാൻ പോകുന്നുവെന്നും ട്രംപ് ഓവൽ ഓഫീസിൽ നിന്ന് മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കി.